ഭൂമിയിലെ ഏറ്റവും ടഫസ്റ്റ് ആയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? കണ്ടാമൃഗം അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ് അല്ലെ? പക്ഷെ ഇവയ്ക്കൊക്കെ വെള്ളമില്ലാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അങ്ങനെ നോക്കിയാൽ മരുഭൂമിയിലെ പല ജീവികളെയും ഓർമ്മ വരും അല്ലെ? പക്ഷെ മരുഭൂമിയിലുള്ള ജീവികൾക്ക് അന്റാർട്ടിക്കയിൽ സർവൈവ് ചെയ്യാനാകുന്നു. സിറ്റുവേഷൻസ് വളരെ മോശമാകുന്നതിനനുസരിച്ച് ജീവവർഗ്ഗങ്ങൾക്ക് അതിനുള്ള അതിജീവനവും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു കൂസലും ഇല്ലാതെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയുണ്ട്. ഭൂമിയിലെ എല്ലായിടത്തും ഇവയെ കാണാനാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റും പോലും. ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ? വെൽക്കം ടു മോഷൻ ബുക്സ് ഇക്വിറ്റി. ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ചുമ്മാ നോക്കിയാൽ ഇതിനെ കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവയ്ക്ക് 1 മില്ലിമീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ. ടാഡിഗ്രേഡ് എന്നൊരു കുഞ്ഞൻ ജീവിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 കാലുകളും അതിന്റെ അറ്റത്ത് വളഞ്ഞ കൂർത്ത നഖങ്ങളും ട്യൂബ് പോലെ വായുള്ള ഒരു തലയും പിന്നെ ഒരു വാലും, ഇതൊക്കെ അടങ്ങുന്നതാണ് ഇതിന്റെ സ്ട്രക്ചർ. ആദ്യമായി ഇവയെ കണ്ടെത്തിയത് 1773 യോഹാൻ ആഗസ്റ്റ് എഫ്രൈം എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. ജലാശയങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാകാം ഇവയെ അദ്ദേഹം അന്ന് വാട്ടർ ബെയർ എന്നാണ് വിളിച്ചത്. ഇവയുടെ നടത്തം കരടികളുടേതുമായി സാമ്യവുമുണ്ട്. ചിലർ ഇവയെ മോസ് പിഗ്ലെറ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ഏകദേശം 1100ഓളം സ്പീഷീസുകളെ ഇതുവരെ കണ്ടെത്താനായിട്ടുണ്ട്. ടാഡിഗ്രേഡ് എന്ന പേരിന്റെ അർത്ഥം സ്ലോ വാക്കർ അഥവാ പതിയെ നടക്കുന്നവർ എന്നാണ്. ചിലയിനം ഈസ്റ്റുകൾ, പായലുകൾ, അതുപോലെ തന്നെ പൂക്കളും മറ്റും ആഹാരമാക്കിയാണ് ഇവയിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത്. എന്നാൽ ബാക്ടീരിയ ഭക്ഷണമാക്കുന്നവയും അതുപോലെ മറ്റ് ചെറിയ വിഭാഗത്തിലുള്ള ടാഡിഗ്രേഡ്സിനെ ഭക്ഷണമാക്കുന്നവയും ഉണ്ട്. ഫിസിക്കൽ ഫീച്ചറിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ അനുസരിച്ച് 3 തരത്തിലുള്ള ടാഡിഗ്രേഡ്സ് ആണ് ഉള്ളത്. യു ടാഡിഗ്രേഡ, ഹെട്രോ ടാഡിഗ്രേഡ, പിന്നെ മീസോ ടാഡിഗ്രേഡ എന്നിവയാണവ. ഇവയിൽ ആദ്യത്തെ 2 വിഭാഗങ്ങളെയും കുറിച്ച് ധാരാളം വിവരങ്ങൾ ലഭ്യമാണെങ്കിലും അവസാനത്തെ വിഭാഗം നിലവിലുണ്ടോ എന്നതുപോലും ഇപ്പോൾ ഒരു തർക്ക വിഷയമാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തായിരിക്കും ഇവയുടെ സ്പെഷ്യാലിറ്റി? നമുക്കറിയാം, ഏതൊരു ജീവിക്കും ജീവൻ നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ജലം. ജലമില്ലാതെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒന്നും നടക്കുകയില്ല. മെറ്റബോളിക് ആക്ടിവിറ്റി ഇല്ല എങ്കിൽ യാതൊരു തരത്തിലുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാവുകയില്ല. പക്ഷെ ജലമില്ലാതെ കുറച്ചു കാലമെങ്കിലും ജീവിക്കുവാൻ സാധാരണ ചില ജീവികൾക്ക് സാധിക്കും. അനൈട്രോബയോസിസ് എന്നാണ് ഈ സൂപ്പർ പവർ അറിയപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം ജലമില്ലാത്ത ജീവൻ എന്നാണ്. ഇത്തരം കഴിവുള്ള വേറെയും ജീവികളുണ്ട്. ഈസ്റ്റ്, നിമറ്റോഡ്സ്, റോട്ടിഫേഴ്സ്, പിന്നെ ബ്രൈൻഷിംസ് ഇവയൊക്കെ ഉദാഹരണങ്ങളാണ്. ടാഡിഗ്രേഡ്സും ഇത്തരത്തിലൊന്നാണ്. ഇവിടെ അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജലമില്ലാതെ ഇവയ്ക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം ദശകങ്ങൾ തുടരാനും സാധിക്കുമെന്നുള്ളതാണ്. ജലമില്ലാത്ത ഉണങ്ങിയ അവസ്ഥയിൽ ഇവ സ്വയം ചുരുണ്ടുകൂടി ഒരു പന്ത് പോലെയാകുന്നു. ടൺ സ്റ്റേറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇവയുടെ സെല്ലിനകത്ത് ഒരു പ്രത്യേകതരം കെമിക്കൽ രൂപപ്പെടും. ട്രിഹാലോസ് എന്ന ഒരുതരം പ്രൊട്ടക്റ്റീവ് ഷുഗർ, അതായത് ഒരു പ്രത്യേകതരം തന്മാത്ര ഇവ സിന്തസൈസ് ചെയ്തെടുക്കുകയും ജലത്തിന് പകരമായി ഇവയുടെ കോശങ്ങളിൽ നിന്ന് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡ്രൈനെസ്സിനോട് സെൻസിറ്റീവായ പ്രോട്ടീൻസ്, DNA, അതുപോലെ മെംബ്രെയിൻസ് തുടങ്ങി കോശങ്ങളിലെ പല ഭാഗങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. ഈ സമയം ഇവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി സാധാരണയിൽ നിന്നും 0.01% മാത്രമായിരിക്കും. ഇങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് തിരിച്ചെടുക്കാവുന്ന വിധം ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാകുന്നതിന് ക്രിപ്റ്റോബയോസ് എന്നാണ് പറയുന്നത്. പല വിധത്തിലുള്ള ക്രിപ്റ്റോബയോസ് ഉണ്ട്. ഓക്സിജന്റെ അഭാവത്തിലുള്ളത്, അതുപോലെ വളരെ താഴ്ന്ന ഊഷ്മാവിൽ, അങ്ങനെ ഇതിലൊന്നാണ് ജലത്തിന്റെ അഭാവത്തിൽ വരുന്ന അനൈട്രോബയോസിസ്. ഈ തിരിച്ചു ജലത്തിന്റെ സാന്നിധ്യം ഇവയെ വീണ്ടും സാധാരണ പോലെ ആക്കുന്നു. പഴയ അവസ്ഥയിലാകാൻ എത്ര സമയം എടുക്കുമെന്നത് ഇവ എത്ര സമയം ക്രിപ്റ്റോബയോട്ടിക് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഇവ ഹൈഡ്രേറ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ തന്മാത്ര, അതായത് ട്രിഹാലോസ്, അലിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ മോശമായ കഠിനമായ സാഹചര്യങ്ങളെ പോലും അതിജീവിക്കുന്നു. സാധാരണയായി മോയിസ്റ്റ് ആയിട്ടുള്ള പരിസ്ഥിതിയിൽ ജീവിക്കുന്നതിനാൽ ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരണ്ട സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള അതിജീവനങ്ങൾ കൊണ്ടാകാം ഇവയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു കഴിവ് കിട്ടിയതെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കഠിനമായ സമ്മർദ്ദങ്ങളോട് എത്രത്തോളം സഹിഷ്ണുത ഇവയ്ക്ക് സാധിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 600 മെഗാപാസ്കൽ മർദ്ദം വരെ ഇവയ്ക്ക് താങ്ങാനായി എന്ന് പറയപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികം മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മരിയാന ട്രഞ്ച്. ഇവിടെ പോലും അനുഭവപ്പെടുന്ന മർദ്ദം 110 മെഗാപാസ്കൽ മാത്രമാണ്. എന്നിട്ടും ഇവിടെ വളരെ കുറച്ച് ജീവികൾക്ക് മാത്രമാണ് ജീവിക്കാനാവുന്നത്. അതുപോലെ ഇവയെ കുറച്ചു നേരം വളരെ താഴ്ന്ന ഊഷ്മാവിൽ എത്തിച്ചു. താഴ്ന്നതെന്ന് പറഞ്ഞാൽ -272.8 ഡിഗ്രി സെൽഷ്യസ് വരെ, ഏതാണ്ട് അബ്സല്യൂട്ട് സീറോയ്ക്ക് വളരെ അടുത്ത്. എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഇവയെ പഴയ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവ ഒന്നും സംഭവിക്കാത്ത പോലെ സാധാരണ രീതിയിലായി. എന്നാൽ അതിനേക്കാൾ വളരെ അത്ഭുതമുണ്ടാക്കിയ വേറൊരു കാര്യമുണ്ട്. ശാസ്ത്രജ്ഞർ നടത്തിയ മറ്റൊരു പരീക്ഷണമായിരുന്നു ഇത്. 3000ഓളം വരുന്ന ടാഡിഗ്രേഡുകളെ ഇവർ ശൂന്യാകാശത്തേക്ക് അയച്ച് ഏകദേശം 10 ദിവസത്തോളം അവിടെ തുടർന്നതിന് ശേഷം വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. വളരെ ഉയർന്ന തണുപ്പും ചിലപ്പോൾ ഉയർന്ന ചൂടും അതുപോലെ തന്നെ മാരകമായ കോസ്മിക് റേഡിയേഷനും ഒക്കെയായി എല്ലാം കൊണ്ടും തീർത്തും അപകടകരവും ദുഷ്കരവുമായ സാഹചര്യത്തിൽ നിന്നുമാണ് ഇവ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ജലാംശം വീണ്ടും സ്വീകരിച്ചപ്പോൾ ഇവയുടെ ശരീരകോശങ്ങൾ പഴയ പോലെ തന്നെ തുടരുവാൻ തുടങ്ങി. ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ള ജീവികളെ എക്സ്ട്രീമോഫൈൽസ് എന്നാണ് വിളിക്കുന്നത്.
ടാഡിഗ്രേഡുകൾ അല്ലാതെ മറ്റു പല ജീവികളുമുണ്ട് ഈ വിഭാഗത്തിൽ. പക്ഷെ ഇത്രത്തോളം സ്ട്രെസ് താങ്ങാൻ സാധിക്കുന്ന മറ്റ് ജീവികൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നിയർലി ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ജീവികളാണ് ഇവ. ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം, തിളയ്ക്കുന്ന ജലം, ജലത്തിന്റെ ഉപ്പിന്റെ അളവിലുള്ള വലിയ തോതിലുള്ള വ്യത്യാസം, അതുപോലെ ചില ഹാനികരമായ കെമിക്കൽസ് എന്ന് വേണ്ട മനുഷ്യന് അപകടമായതിലും 1000 മടങ്ങ് ഡോസിലുള്ള എക്സ്റേ റേഡിയേഷൻ എന്നിങ്ങനെ നിരവധി സാഹചര്യങ്ങളിലും ഇവ അതിജീവിക്കുകയാണ് ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഏത് പ്രദേശങ്ങളിലും ഇവയെ കാണാനാകുന്നതാണ്. ഇവയുടെ ഇത്തരത്തിലുള്ള സവിശേഷതകളെ കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിക്കുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കാലാവസ്ഥയിലെ പല മാറ്റങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കൃഷിവിളകൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആരോഗ്യരംഗത്തും ഇത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വർഷങ്ങളോളം ദീർഘനിദ്രയിൽ തുടരുന്നതിന് ശേഷം ദൂരെയുള്ള ഗ്രഹങ്ങളിലും മറ്റും മനുഷ്യരെ എത്തിക്കുന്നത്. ഒരുപക്ഷെ ഇവയുടെ സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നാളെ ഒരു കാലത്ത് അങ്ങനെയുള്ള സയൻസ് ഫിക്ഷനുകളും റിയലായി എന്ന് തന്നെ വരാം. ടാഡിഗ്രേഡുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള അറിവുകൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.